കൂട്ടുകാരെ, ഇന്ന് അമ്മയുടെ അമ്മ മരിച്ചിട്ട് 10 വർഷമായി. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ ദിവസമായതുകൊണ്ട് ഇന്ന് അമ്പലത്തിൽ പോയി ബലിയിടാൻ വേണ്ടി ഞാനും അച്ഛനും അമ്മയും കൂടെ വേളൂർവട്ടം മഹാദേവ ക്ഷേത്രത്തിൽ വരെ പോയി. വേളൂർവട്ടം ഞങ്ങളുടെ മൂല കുടുംബമാണല്ലോ, അങ്ങനെ അവിടെ പോയതാണ്. അവിടെ ചെന്നപ്പം ഈ ബലിയിടാൻ ഇന്ന് പറ്റത്തില്ല, കാരണം അമ്പലത്തിൽ ഉത്സവമൊക്കെ നടക്കുവാണ്. അതുകൊണ്ട് ബലിയിടാൻ ഇന്ന് പറ്റത്തില്ല. അതുകൊണ്ട് ഈ ബലിച്ചോറ് അവിടെ നമുക്ക് കൂട്ടനമസ്കാരം ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കൊണ്ടുവന്ന് നമ്മൾ ബലിത്തറയിൽ വെച്ചിട്ട് അവിടെ വന്ന് കാക്കയും പ്രാവും ഒക്കെ കൊത്തി തിന്നുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ കുളത്തിൽ പോയി കൈയൊക്കെ കഴുകി. അവിടെ വലിയൊരു കുളമുണ്ട് കേട്ടോ. ആ കുളത്തിൽ ഇങ്ങനെ ഈ കുളക്കോഴിയൊക്കെ ഇങ്ങനെ പതുക്കെ പൊങ്ങിയും നോക്കുകയൊക്കെ ചെയ്യുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ വന്ന് നമ്മൾ മഹാദേവൻ്റെ ഈ അമ്പലത്തിലൊന്നല്ല, മഹാദേവൻ്റെ ഏത് ക്ഷേത്രത്തിൽ പോയാലും നമുക്ക് മനസ്സിന് എവിടെ നിന്നില്ലാത്തൊരു കരുത്തും ധൈര്യമൊക്കെ കിട്ടും. അതുപോലെ മനസ്സിനൊരു ശാന്തത അനുഭവപ്പെടും. ഞാൻ മഹാദേവൻ്റെ ഒരു ഭക്തനാണ്. അപ്പം ഞാൻ മഹാദേവൻ്റെ അമ്പലത്തിലാണ് ഏറ്റവും കൂടുതൽ പോകാറുള്ളത്. അപ്പം മഹാദേവൻ്റെ അമ്പലത്തിൽ ചെന്നപ്പോൾ അവിടെ കുറേ വൃക്ഷങ്ങളിങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ആ ഓരോ വൃക്ഷങ്ങൾ ഓരോ നാളുകളുടെ പേര് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആ മംഗലത്തിനകത്ത് വെള്ളം എടുത്തുകൊണ്ട് പോയി നമ്മുടെ നാൾ ഏതാണകത്ത് എഴുതിയിരിക്കുന്നത്, ആ നാളുകാർ ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെള്ളം ഒഴിക്കണം. അപ്പോൾ എൻ്റേത് മുളമരമായിരുന്നു. അപ്പോൾ ഞാൻ ആ മുളമരത്തിൻ്റെ അവിടെ കൊണ്ട് വെള്ളം ഒഴിച്ച്. അച്ഛൻ്റെ അമ്മയുടെയൊക്കെ എന്തായിരുന്നെന്ന് മകയിലായിരുന്നു അമ്മയുടേത്. അച്ഛൻ്റെത് പൂരിട്ടാൽ മതി. അപ്പോൾ അച്ഛന് അതിൻ്റെ നേർക്കാണ് വെള്ളം ഒഴിച്ചത്. അത് ഏത് വൃക്ഷമാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ചുവട്ടിൽ അച്ഛൻ്റെ മാവും അമ്മയുടെ കരിങ്ങാലിയായിരുന്നു. അങ്ങനെ അതിനൊക്കെ വെള്ളം ഒഴിച്ച്. അതിനുശേഷം മഹാദേവൻ്റെ അമ്പലത്തിൽ വന്നപ്പോൾ കാണുന്നത് ഒരു 2 ആനയെ കാണാമായിരുന്നു. വലിയ ആനയാണ് കേട്ടോ, നല്ല കൊമ്പൻ ആന, നെറ്റിപ്പട്ടമൊക്കെ ചൂടി. എനിക്ക് ആന എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ആനയെ കാണാൻ നമുക്കൊരു വല്ലാത്തൊരു രസം തോന്നും. അത്ര നല്ല തലയെടുപ്പൊക്കെയുള്ള 2 ആനകളായിരുന്നു. അപ്പോൾ ആനയുടെ വീഡിയോ എടുത്തായിരുന്നു ഞാൻ. എൻ്റെ അവിടെ നിന്നിട്ട് വീഡിയോ എടുത്ത്. ആരും ഒന്നും പറഞ്ഞൊന്നുമില്ല, പിന്നെ ഞാൻ വീഡിയോ എടുത്ത്. അപ്പോൾ നല്ല തലയെടുപ്പുള്ള ആനയാണ് കേട്ടോ, നല്ല 2 കൊമ്പൻ ആന. അങ്ങനെ ആനയെ കുറച്ച് നേരം കണ്ട് അവിടെ നിന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങളെ കൂടെ കാണിക്കാം. അങ്ങനെ വീഡിയോ എടുത്താണ് ആനയുടെ. ഞാനെപ്പോഴും ഈ ആനയുടെ നമ്മൾ കൂടുതലായിട്ട് വീഡിയോ ചെയ്യുന്ന ആളാണല്ലോ. അതുകൊണ്ട് കാവേരിയുടെ വീഡിയോ ആണ് സാധാരണ ഗ്രീൻ സ്ക്രീൻ വീഡിയോയിൽ കൂടെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് ഈ ആനയെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിൻ്റെ എടുക്കാമെന്നങ്ങനെ ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ വീഡിയോ എടുത്താണ്. അപ്പോൾ 2 ആനയും നല്ല അനുസരണയോടെ അവിടെ നിൽപ്പുണ്ട്. ആനയെ കാണുമ്പോൾ നമുക്കൊരു രസമാണ്. അപ്പോൾ ആന ഓലയോ എന്താണ്ടൊക്കെ ഇങ്ങനെ കഴിക്കുന്നുണ്ട്, ഓലയൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുറത്ത് വന്നപ്പം മഹാദേവൻ്റെ ഒരു പ്രതിമ അവിടെയായിട്ട് വെച്ചിട്ടുണ്ട്. മഹാദേവൻ ഇരിക്കുന്ന ഒരു പ്രതിമയാണ്. അപ്പോൾ അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഒറിജിനലായിട്ട് മഹാദേവനെ നമ്മൾ കാണുന്ന പോലൊരു ഫീല് തോന്നും ആ പ്രതിമ കണ്ടു കഴിഞ്ഞാൽ. അത്രയ്ക്ക് നല്ല മനോഹരമായിട്ടാണ് ആ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പ്രതിമയുടെ അടുത്ത് നിന്ന് ഞാൻ വീഡിയോ എടുത്ത്. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇടുന്നതാണ് കേട്ടോ ഇതിൽ. പിന്നെ ഇത് എന്ത് വൃക്ഷമാണെന്ന് അറിയത്തില്ല, ആൽമരാണെന്ന് തോന്നുന്നു. വലിയൊരു വൃക്ഷമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും ഞാൻ എടുത്തായിരുന്നു. പിന്നെ അമ്മയും അച്ഛനെയൊക്കെ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. എല്ലാവരും ചോദിക്കാറുണ്ടല്ലോ അമ്മ അച്ഛനൊക്കെ ഏതാണെന്ന്. ഇത് അച്ഛനാണ്, ഈ വരുന്നത് അമ്മയാണ് കേട്ടോ. അമ്മതയുണ്ട്. അമ്മയുടെ വീഡിയോ ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അമ്മയെ തിരക്കുന്നവർക്കും അച്ഛനെ തിരക്കുന്നവർക്കുമായിട്ട് കാണിച്ചു.